യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ആചരിക്കുന്ന ഒരു ദിനമാണ്. ഹല്ലേലൂയ. എന്നാൽ എന്താണ് ഈ ഉയർപ്പ് എന്ന് കൃത്യമായി ബോധ്യമില്ലാത്തവർ പോലും ഇതൊരാചാരമായി, ഇതൊരു ചടങ്ങായി സഭ അനുശാസിക്കുന്ന ക്രിയാകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ചില ഈ ദിവസങ്ങളൊക്കെ നോയമ്പിലായിരുന്നു, ചില ഈ ദിവസങ്ങളൊക്കെ ഉപവാസത്തിലായിരുന്നു. ഇന്നിതൊക്കെ വീടി ഇതിനെല്ലാം ഗുഡ് ബൈ പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്നവരും ഈ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഉയർപ്പ് നിങ്ങൾ അറിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നിന്നെല്ലാം നിങ്ങൾ മോചിതരാകും. ഹല്ലേലൂയ. നമുക്ക് പ്രാരംഭമായി മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ചാൽ. മത്തായിയുടെ സുവിശേഷം 28-ന്റെ 5-6 വാക്യങ്ങൾ വായിച്ചാൽ. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനിവിടെയില്ല. താൻ പറഞ്ഞതുപോലെ, യേശു മുൻപ് പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുന്നു. അപ്പോൾ ഇത് ഓൾറെഡി മുൻപ് യേശു കർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞതുപോലെ തന്നെ ഇന്നത് ഭവിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പുനരുത്ഥാന ശക്തി മരിച്ച് അടക്കപ്പെട്ട യേശുവിനെ ഉയർപ്പിച്ചു. പിതാവായ ദൈവത്തിൽ നിന്നും പുനരുത്ഥാന ശക്തി യേശുവിലേക്ക് ഇറങ്ങുകയും യേശു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവനെ വെച്ച സ്ഥലം വന്ന് കാണുകയും അവൻ ഇവിടെയില്ല. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന വിഷയം ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത, ആ വിവരങ്ങൾ ഒക്കെ ശിഷ്യന്മാർ അറിഞ്ഞിട്ടും അവർക്ക് അതിനകത്ത് വിശ്വാസം അങ്ങോട്ട് വന്നില്ല. ഹല്ലേലൂയ. കണ്ടാലും അറിഞ്ഞാലും മുന്നിൽ വന്ന് വെളിപ്പെട്ടാൽ പോലും വിശ്വാസം ഉണ്ടാകാത്തവരില്ലേ? ഇപ്പൊ ഈ ഉയർപ്പിന്റെ സന്ദേശം മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെ ഇതിന് പുച്ഛത്തോടെ, പരിഹാസത്തോടെ കണക്കാക്കുന്നവരുമില്ലേ? വിവിധ തലങ്ങളിൽ ഇതിനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന സോഷ്യൽ മീഡിയകളൊക്കെ വരാറില്ലേ? അതിനൊന്നും നിങ്ങൾ പ്രതികരിക്കരുത്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതാണ്. അത്രേ അതിനെ കാണാവൂ. സർവശക്തനും സർവത്തിന്റെ ഉടമസ്ഥനുമായ എന്റെ തമ്പുരാനെ കുറിച്ച് അതാരാന്നുള്ള ബോധ്യം, ആ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്നു. അത്രയും കണക്കാക്കിയാൽ മതി. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്കുകൾ നമുക്ക് വേഗം വായിക്കാം. മർക്കോസ് 16 അതിന്റെ 14 മുതൽ 18 വരെ. എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു, വായിച്ചാണ്. 11 പേർ അവൻ അവർക്ക് പ്രത്യക്ഷനായി. 11 പേർക്ക് പ്രത്യക്ഷനായി, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. തന്നെ താൻ ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെ, ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും യേശു കർത്താവ് ശാസിച്ചു. കാരണം ഇത് ഓൾറെഡി യേശുവിന്റെ കൂടെ നടന്ന കാലഘട്ടങ്ങളിൽ യേശു മുൻപ് പറഞ്ഞ വസ്തുതയാണ്. ഇനി ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. എന്നാൽ അത് വിശ്വസിക്കാഞ്ഞവർ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം അറിയിച്ചിട്ട് പോലും അത് വിശ്വസിക്കാഞ്ഞവർ അവരുടെ ഹൃദയകാഠിന്യത്തെയും അവിശ്വാസത്തെയും കർത്താവ് ശാസിക്കുന്നു. യേശു കർത്താവ് പറയാണ്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും. എന്താ സുവിശേഷം? ആരെക്കുറിച്ചുള്ള വാർത്ത? എനിക്ക് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ ഒരു പ്രവൃത്തി തികച്ച് എൻ്റെ അതിക്രമങ്ങളെയും പാപങ്ങളെയും രോഗങ്ങളെയും ശാപങ്ങളെയും വഹിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഇത് പോയി നിങ്ങൾ സകല ജനത്തോടും പറയുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഭയങ്കര ക്രിറ്റിസിസം ഉണ്ടാകുന്ന മണ്ഡലങ്ങളൊക്കെയാ അല്ലേ? അതിശക്തമായ രോഗശാന്തിയുടെയും അത്ഭുതങ്ങളുടെയും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്നവരെ ചൊല്ലി
വിവിധങ്ങളായ കമന്റുകളൊക്കെ വരാറുണ്ട്, അല്ലേ? എന്നാൽ ഇത് വചന അടിസ്ഥാനത്തിൽ തന്നെയുള്ള വിഷയങ്ങളാണ് എന്ന് വചനം വായിക്കുന്നവർക്ക് മനസ്സിലാവും. രോഗി സൗഖ്യമായില്ലെങ്കിലേ ഉള്ളൊരു അത്ഭുതം, ബന്ധനങ്ങൾ അഴിഞ്ഞില്ലെങ്കിലേ ഉള്ള അത്ഭുതം. യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നിടത്ത്, പ്രസംഗിക്കുന്നിടത്ത്, ആ വാക്ക് പറയുന്നിടത്ത് ബന്ധനങ്ങൾ അഴിയുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. ഹല്ലേലൂയ. വാക്യം പൂർത്തിയായി. രോഗികളുടെ മേൽ, അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അപ്പൊ രോഗശാന്തി എന്നുള്ളത് കൊണ്ട് രോഗശാന്തി അല്ല, രോഗം വിട്ടുമാറും, രോഗത്തിനൊരു ശമനം ഉണ്ടാകും. ശമനമല്ല, അത് അഴിയും. എന്താണോ രോഗത്തിന്റെ പിന്നിലെ റൂട്ട്, അത് റൂട്ട് പൂർണ്ണമായി, ആ വേര് പൂർണ്ണമായും അഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 15:17. 1 കൊരിന്ത്യൻസ് 15-ാം വാക്യം വായിച്ചാണ്. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇവിടെ ഇരിക്കുന്നവരുടെ വിശ്വാസം, എന്നെ കേൾക്കുന്നവരുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. ഒരു ചടങ്ങ് തീർക്കുന്ന ആ ചടങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ഇന്നാരോട് പറഞ്ഞു എന്ന വിഷയങ്ങളൊന്നും അല്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ഉയർത്തിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ വേറെ എന്തോ, യേശുവിനെയല്ല മറ്റെന്തോ വിശ്വസിക്കുക. യേശുവിനെ വിശ്വസിക്കുന്നു, ദൈവത്തെ ശരിയാണെന്ന് അറിയുന്നുവെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം ഉണ്ടാകും. ഹല്ലേലൂയ. വായിച്ചാണ്, വായിച്ചു. 17 വായിച്ചത്, 19 വായിച്ചാണ്. 19 മുതൽ 22 വരെ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ ജനിച്ചു മരിച്ചു തീർന്ന ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ നമ്മൾ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനത്രേ. ആരെ കുറിച്ചാണ് പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. മനുഷ്യൻ മൂലം മരണം എന്ന് പറഞ്ഞാൽ ആദാം മുഖാന്തരം പാപം ഒന്ന് കാണുമെങ്കിൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. അവസാനത്തെ മനുഷ്യനായ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തു മുഖാന്തരം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്നത് എവിടെയാ? ജീവന്റെ മഹത്വത്തിലാണ് നമ്മളായിരിക്കുന്നത്, അല്ലേ? നമ്മൾ ജീവന്റെ ഉറവിടം പാട്ട് പാടാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എവിടെ ആയിരിക്കുന്നത്? യേശു ക്രിസ്തുവിലാണെങ്കിൽ വ്യാപരിക്കുന്നത് മരണശക്തിയല്ല, ജീവന്റെ ശക്തി. അത്രയും. എത്രാമത്തെ വാക്യം വായിച്ച്? 22. ഓക്കെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-27. വേഗം വായിക്കണം. യോഹന്നാൻ 14:26-27. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള യേശു കർത്താവ് ഈ ഭൂമിയിൽ തന്റെ ശിഷ്യന്മാരെ അവരുടെ അവിശ്വാസത്തേക്ക് ശാസിച്ച് നമ്മൾ വായിച്ചു, അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ശാസിച്ചത്? താൻ മുൻപ് ഈ വിവരങ്ങളെ കുറിച്ച് ശിഷ്യന്മാരുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് യോഹന്നാൻ 14 കാണുന്നത്. എന്റെ പിതാവ് അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരും. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ അഭാവമാണ് വിശ്വാസത്തിൽ ബലപ്പെടാത്തതിന്റെ കാരണം. ഒരുവന്റെ ഉള്ളിൽ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം ഉണ്ടാകാത്തതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ അഭാവമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി നിറഞ്ഞാൽ യേശു ക്രിസ്തു ആരായിരുന്നുവെന്നും എന്തിന് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടുവെന്നും എന്തിനാണ് ഉയർത്തെഴുന്നേറ്റതെന്നുമുള്ള ബോധ്യം അകത്തുണ്ടാകും. അങ്ങനെ ബോധ്യമുള്ളവരുടെ കയ്യാൽ വീര്യപ്രവർത്തികൾ നടക്കും. ഹല്ലേലൂയ. വായിച്ചാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഓർമ്മ വരുന്നില്ലെങ്കിൽ ആരുടെ അഭാവമുണ്ട്? ഓക്കെ, വായിച്ചാൽ
സമാധാനം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം എന്താ തരുന്നത്? യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഗ്യാരണ്ടി ചെയ്യുന്ന വിഷയം എന്താ? ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. വായിച്ചു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ കലങ്ങരുത്, ഹൃദയം ഭ്രമിക്കരുത്. നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്തു തന്നെയായാലും അതിനകത്ത് ആ റിസറക്ഷൻ പവർ ഇറങ്ങുക തന്നെ ചെയ്യും. ഏത് കുണ്ടറയിലിരുന്നാലും ഏത് ഇരുട്ടിന്റെ മധ്യത്തിലിരുന്നാലും നിനക്ക് മറുപടി ഉണ്ടാവുക തന്നെ ചെയ്യും. നീ വെളിച്ചം കാണുക തന്നെ ചെയ്യും. ഇരുട്ടിന്റെ അനുഭവമാണ് ഭാഷ. ചിലരെ വിളിച്ചു പറയാറ് വചനം പറയുന്ന ഇരുട്ടിന്റെ നടുവിൽ ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി വെളിപ്പെടും. നീ വിശ്വസിച്ചാൽ മതി. 26 വായിച്ചു, 27 വായിച്ചു. ഓക്കെ, 2 തിമോത്തി 1:7 നമുക്കൊന്ന് വായിക്കാം. 2 തിമോത്തി 1:7. കേട്ടോ, നമുക്ക് നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്നത് ധീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എന്താ? അപ്പൊ ഭീരുത്വത്തിന്റെ ആത്മാവ് എവിടെ നിന്ന് വരുന്നു? ലോകത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിൽ നിന്ന് വരുന്നത് എന്താ? ശക്തി, സുബോധം, സ്നേഹം. എന്താ? ശക്തി, സുബോധം, സ്നേഹം. അത് ഈ ലോക സ്നേഹമല്ല കേട്ടോ. തെറ്റായ രീതിയിൽ ജീവിതം നയിക്കുന്നവർക്ക് ചിലതിനോടൊക്കെ ഭയങ്കര ഭ്രമവും സ്നേഹവും ഒക്കെ കാണും. അത് സ്നേഹമല്ല, ലസ്റ്റാണ്. ലസ്റ്റും സ്നേഹവും രണ്ടാണ്. ഒരു കുടുംബജീവിതത്തിനകത്ത് സ്നേഹമില്ല, ലസ്റ്റ് ആണെങ്കിൽ നിലനിൽക്കത്തില്ല. കാരണം നാളെ ജീവിതങ്ങളിൽ വയ്യാതാവും. ജീവിത പങ്കാളിക്ക് നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിയാത്ത തലങ്ങളുണ്ടാവും. അപ്പം നീ വേറെ തലങ്ങളിലൂടെ ഓടും. കാരണം അവിടെ നിങ്ങളെ ചലിപ്പിക്കുന്നത് ലസ്റ്റാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ, യേശുവിനുള്ള സ്നേഹമാണെങ്കിൽ ഏതവസ്ഥയിലും കരുതുവാനും ചേർത്ത് പിടിക്കുവാനുള്ള മനോഭാവം വ്യാപരിക്കപ്പെടും. കുടുംബജീവിതത്തിലായിക്കോട്ടെ, ജോലി മേഖലയിലായിക്കോട്ടെ, നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിലൊക്കെയും യേശുവിന്റെ സ്നേഹം വ്യാപരിക്കപ്പെടും നിങ്ങളിലൂടെ. അത് പ്രയോജനങ്ങളുള്ള മമതയല്ല. എല്ലാം വെടിഞ്ഞ് സ്നേഹിച്ച യേശുവിന്റെ സ്നേഹം, എല്ലാം നൽകി സ്നേഹിച്ച യേശുവിന്റെ സ്നേഹം, ആ സ്നേഹം വെളിപ്പെടുക തന്നെ ചെയ്യും. വാക്യപൂർണമായ അപ്പൊ നിങ്ങളിൽ വ്യാപരിക്കപ്പെടേണ്ട എന്താണ്? ധീരത്വത്തിന്റെ ആത്മാവല്ല, സുബോധത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവ് വ്യാപരിക്കപ്പെടും. ആ ആത്മാവ് വിളിച്ചു പറയും, ഞാൻ ജയാളിയാ, ഞാൻ ജയാളിയാ, ഞാൻ പരാജിതനല്ല, എനിക്ക് പരാജയം സംഭവിക്കുകയില്ല. കാരണം മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്റെ അകത്തിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറയുവാൻ തന്റെ ഇടം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ അങ്ങയുടെ നാമത്തിൽ സംഭവിക്കട്ടെ. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, ആ റിസറക്ഷൻ പവർ സകലരുടെ മേലും ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കും. സ്വർഗ്ഗത്തിലെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ നിങ്ങളെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തിയിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.